ഹലോ, വെൽക്കം ടു ഡ്രീമി ഡെസ്ക്. ഈ യാൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ ഉണ്ടാക്കിയെടുത്താലോ. മെയിൻ ആയുധം എന്ന് പറയുന്നത് ഈ ഫോർക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഫോർക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് വെക്കുക. സെൻറ്ററിലായിട്ട് തന്നെ വെക്കണം. അതെന്തിനാന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതേപോലെ ഇങ്ങനെ ഫോർക്കിൽ നിറയെ ചുറ്റിയെടുക്കുക. മുഴുവനായി ചുറ്റി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ആ സെൻറ്ററിലിട്ട നൂല് തമ്മിൽ കൂട്ടിക്കെട്ടുക. ഇപ്പം മനസ്സിലായോ എന്തിനാ സെൻറ്ററിൽ തന്നെ ഇടണമെന്ന് പറയുന്നത്? സെൻറ്ററിലല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കെട്ടുമ്പോൾ രണ്ടും രണ്ട് സൈഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. സെൻറ്ററിലാകുമ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പിൽ ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ചുറ്റും കുറേ എക്സ്ട്രാ നൂലുകളൊക്കെ വരും. അതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ കുഞ്ഞൊരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരു ഗ്രേ കളറിലെ കുഞ്ഞു ബോളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 3 ബോൾസാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തതിനായിട്ട് ഞാനിവിടെ പകുതി പിങ്കും ചുറ്റുന്നുണ്ട്, പകുതി ഗ്രേയും ചുറ്റിയെടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സൊക്കെ തന്നെയാണ് കേട്ടോ. ചുറ്റിയെടുക്കുക, സെൻറ്ററിലുള്ള യാൺ തമ്മിൽ കൂട്ടിക്കെട്ടുക, കിട്ടുന്ന ബോളിനെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ബോളിൻ്റെ നൂല് കെട്ടിയ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് പിങ്ക് വരുന്ന സ്ഥലത്ത് പിങ്കും ഗ്രേ വരുന്ന സ്ഥലത്ത് ഗ്രേയും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. പണി കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കീ ചെയിൻ ആണെന്ന്. അപ്പോൾ ഇതേപോലെ ഒരു നൂലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.